ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ടു അവർ നെക്സ്റ്റ് യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു വിഷുവിൻ്റെ ഒരുക്കങ്ങളാണല്ലേ. നാളെ വിഷു ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നു അല്ലേ. ഇനി കുറേ കാര്യങ്ങളുണ്ടല്ലേ ബാക്കി ഒരു കെട്ട് കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി വഴിയെ കാണാം. ഓക്കെ, നമ്മളിവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതെല്ലാം നമുക്കെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ അമ്മ പണിയിലാണ്. ഓരോ സാധനങ്ങളായിട്ട് വല്ല പൊറത്തിച്ചൊക്കെ ഉണ്ടായിട്ടാ. പൈനാപ്പിൾ വെച്ചോളൂ. മതി, നോക്ക് ഗൈസ്. അമ്മ എന്തോ ഭയങ്കര വലിയ കാര്യം ചെയ്യുവാണ്. അറിയാൻ വയ്യ എന്താണെന്ന്. ഇതെങ്ങനെ കിട്ടും? മറ്റേ വിടർന്നിരിക്കുന്ന ആ സാധനമാണോ? ഇത് വിടർന്നെ ഇരിക്കോ? കില നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലൊന്നും പിടിക്കാത്ത എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇനി തൊട്ട കൊളാവ. അമ്മ എന്നെ ഏൽപ്പിക്കണ പോലെ ഇല്ല. എടി എന്താ ഇത്? നമുക്കൊന്ന് റെഡി ആക്കണ്ടേ? വിഷു നാളെയാണ്. ഓ കണ്ട് പണിയെടുക്കുവാണ് ഗൈസ്. അധ്വാനിക്കുവാണ് അമ്മ. അങ്ങനെ ചെയ്തു ഗൈസ്. ഇതായിരുന്നല്ലേ. കൊള്ള അങ്ങനെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അമ്മത് ഇതിനി എവിടെ ഇടും? ഗൈസ് ലാസ്റ്റ് ഐറ്റം. ബാക്കി എല്ലാം ആയി. സാധാരണ അമ്മ മിക്കുള്ള കാര്യങ്ങൾ മറന്നു പോകാനുള്ളത്. പക്ഷെ ഇതെല്ലാം ഓർമ്മിച്ച് സഹായിക്കുന്നു. ഈ ഉറപ്പിയായില്ലേ ഗൈസ്? അങ്ങനെ മയിൽപ്പീലേക്ക് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. കണ്ടിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെ കാണാൻ അതിൻ്റെ ഫൈനൽ ലുക്ക്. അമ്മേൻ്റെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ വിഷു കണി. അപ്പോൾ കണിയെല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ എണീറ്റ് കണി കാണണം. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാമെന്നുള്ളതാണ്. അമ്മൂന്റെ കോസ്റ്റ്യൂം നിങ്ങൾ കാണുന്നുണ്ടോ? അടുത്ത നമ്മുടെ നടൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഒരു വേഷം കാണാം. നമ്മളിപ്പോ വിഷുവിന് രാവിലെ തന്നെ എണീറ്റ് കണിയൊക്കെ കണ്ടു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ആദ്യം എണീറ്റാ. അപ്പൊ അമ്മ ആദ്യം തന്നെ എണീറ്റു. രാവിലെ 6 മണി കണ്ടു. അതെ, 6 മണി. ഇന്നാണ് കൈസ് 6 മണി കാണുന്നത്. സാധാരണ 11 മണിയാണ് നമുക്ക് നേരം വിളിക്കുന്നത്. ഇന്നാണ് 6 മണി കണ്ടത്. ആദ്യം കുറെ നാൾക്ക് ശേഷം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു നല്ല പോസിറ്റീവ് എനർജി ഉണ്ടല്ലേ? നല്ല ഉറക്കം വരുന്നല്ലേ? പറ്റൂല. അതാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. എന്താണ് പറഞ്ഞിട്ട്? അത് തന്നെ, വിഷുസദ്യ. അപ്പൊ ഇനി അമ്മ പണിയെടുത്തോളും. അമ്മ നല്ലോണം അല്ലേ? അറിയാലോ, ഇനി കൈപ്പണിയൊന്നും ഇല്ല. അരിഞ്ഞാ മതി അല്ലേ? ഓക്കെ. അപ്പൊ ഇനി അരിയണം, പറക്കണം അല്ലെ? ഇനി വിഷുസദ്യ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വിഷുസദ്യയുടെ അതെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനിയിപ്പോ അടുക്കള എന്തായെന്ന് നോക്കാം. നമ്മളെ വിഷുസദ്യ എന്തായെന്ന് നോക്കാം. അമ്മുവാണ്. ഞാനൊന്ന് ചെറുതായിട്ട് നടന്ന് മയങ്ങി ഗൈസ്. അറിയാൻ വയ്യ. അമ്മു എന്തായി? ഞാനൊന്ന് മയങ്ങുമായിരുന്നു. ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റെന്റെ ക്ഷീണം. നിനക്ക് ആഹാരമില്ല, പോയി കിടന്നുറങ്ങിക്കോ. ഫുഡില്ലെന്നോ? വിശക്കുന്നു. ഇതിന്റെയൊക്കെ മണം അടിച്ചിട്ട് വിശക്കുന്നു. ഇതെന്തൊക്കെയാ? എനിക്ക് അറിഞ്ഞൂടെ, എന്തെങ്കിലൊക്കെ ആവും. കൈസ് കാണുന്നുണ്ടോ? നല്ല തലക്കറിയാ കിടന്ന് തിളക്കുന്നേ. സദ്യയുടെ തലക്കറി. അത് നീ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗൈസ്
എന്തിനാണിത്? കുറെ നേരമായല്ലോ. അതെ, എന്തെങ്കിലും പുതിയ ഡിഷാണോ? അല്ല, പിന്നെ ബീട്രൂട്ട് പച്ചടിക്ക് ചെയ്തതാണേ. ഫിസില് കുക്കറിട്ട് വിസിലേപ്പിച്ചെടുത്തു. അതാകുമ്പോ പെട്ടെന്നങ്ങ് വേവോല്. ബുദ്ധിമതി തന്നെ. എന്നിട്ട് ഉടച്ചെടുക്കുന്നു. പിന്നെ നമുക്കിന്നിപ്പോ ചോറ് തിന്നാനായിട്ട് വാഴയിലേക്ക് വരും. ഫ്ലിപ്കാർട്ട് ഇത് നമ്മുടെ ബ്ലിങ്കിറ്റ് ഓർഡർ ചെയ്തപ്പോ വന്നത് ചേമ്പിലെ വാഴ ചേമ്പല്ല കൈസ്. അവര് എന്ത് അർത്ഥത്തിലാണ് കൈസ് ഇത് തന്നേന്ന് അറിയാൻ വയ്യ. ഇനി ഇതിലെങ്ങാനും ചോറ് അവര് തിന്നിട്ടുണ്ടോന്ന് അറിയാൻ വയ്യ കൈസ്. പൂനെയിലാണ് കൈസ്. പൂനെയിലെ ബ്ലിങ്കിറ്റിലെ ആ സ്റ്റോറിലെ മാനേജറൊക്കെ ഇതിലാണെന്ന് തോന്നുന്നു കൈസ്. വാഴയിലെന്ന് പറഞ്ഞ ചോറ്. ഇന്ന് നമ്മള് പാത്രത്തിലായിരിക്കും സദ്യ കഴിക്കാൻ പോകുന്നത്. താങ്ക് യു ബ്ലിങ്കിറ്റ്. ബ്ലിങ്കിറ്റിനെ മെൻഷൻ ആക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റോറി കൂടി ഇടണം. ബ്ലിങ്കിറ്റിനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറയണം എന്താണ് വാഴയിലെന്ന്. ഇവിടത്തേക്ക് ഇനി വാഴ ഇങ്ങനെയാണോ എന്തോ അല്ലേ പൂനെയിലേക്കാ? ആരുടെ അടുത്തെങ്കിലും ചോദിക്കായിരുന്നു നിങ്ങളെയൊക്കെ പൂനെയില് വാഴയില ഇങ്ങനെയാണോ നിൽക്കിട്ടത്? ഏത് സമയത്താണ് ഇതൊക്കെ ഓർഡർ ആക്കാൻ തോന്നിയ. അപ്പൊ ഗൈസ് നാട് വിട്ടു കഴിഞ്ഞാൽ നിങ്ങളപ്പോ ശ്രദ്ധിക്കാനുള്ള കാര്യം, വരുമ്പോ നാട്ടിൽ നിന്ന് പേപ്പർ വാഴയില കൊണ്ടുവരണം. ഇവിടെ അതും ഇല്ല. ഇവിടെ ഒരു സ്റ്റോർ ഉണ്ടെന്നോ, കൈരളി ബസാറോ അങ്ങനെ ഏതൊരു സ്റ്റോറാണ്. പക്ഷെ അത് ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. എത്ര 20? അങ്ങനെയല്ല, 20 രൂപയുടെ വാഴയിലേക്ക് 350 രൂപ കൊടുക്കണം. 350 രൂപ കൊടുക്കുന്ന ഡെലിവറി. അതായത് നമുക്ക് മറ്റേ പോർട്ടറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്തായാലും അതൊന്നും ചെയ്യുന്നില്ല. അയ്യോ. അപ്പൊ എന്താ അമ്മ, എന്തായാലും നമുക്ക് പ്ലേറ്റ് കഴിക്കാല്ലേ ഇന്നത്തെ സദ്യ? എനിക്കല്ല വേണം. ഇല വേണമെന്ന് വെച്ചാൽ ഇല ഉണ്ട്. ഇതെല്ലാം കൂടെ ഒട്ടിച്ചു തരട്ടാ. ഒരു പശ അയച്ച് വല്ല സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും ഒട്ടിച്ചു തരട്ടാ. വാഴയിലെ ഷേപ്പിനാക്കി എടുക്കാം. അപ്പൊ ഗൈസ് ഇനി അടുത്ത പായസം വെക്കലാണ്. കണ്ടോ? അയ്യാമ അണ്ടിപ്പരിപ്പ് മൂന്നിങ്ങൊക്കെ ഇട്ട് പെർമസലി തളർന്നാമോ ഇല്ലേ? എന്നാലും 4 ഐറ്റം കൂടെ ഉണ്ടാക്കിക്കൂടായിരുന്ന? സാധനങ്ങളില്ല, അതുകൊണ്ട്. സാധനങ്ങളില്ലല്ലേ, എല്ലാം തീർന്നല്ലേ? വാഴയിലേക്ക് നമ്മൾ എവിടെ പോവും? എനിക്കറിഞ്ഞൂടാ ഗൈസ്. അങ്ങനെ വാഴയില കിട്ടാത്തോണ്ട് നമ്മൾ വിചാരിച്ചൊരു വാഴത്തൈ മേടിച്ച് ഇവിടെ വയ്ക്കാം. എന്നാ അടുത്ത ഇനിയിപ്പോ ഓണം വരെയല്ലേ, അതിനെങ്കിലും സദ്യ കഴിക്കാലോ ഇവിടെ അല്ലേ? അപ്പൊ അടുത്ത വിഷുവിന് നമുക്ക് എന്തായാലും ഇലയിൽ തന്നെ സദ്യ ഉണ്ടാൻ പറ്റും. എങ്ങനെയുണ്ടാവും ഈ വിഷുവിനാ? വിഷുവിന് ഇനിയിപ്പം വേറെ വഴിയൊന്നും കാണുന്നില്ല. വല്ല ചട്ടിച്ചോറ് അങ്ങനെ ആക്കി തിന്നാല. ചട്ടി ഇരിപ്പുണ്ട് 2-3. അപ്പൊ എന്തൊക്കെ വെച്ചിട്ടുണ്ട്? എന്തേലും വെച്ചിട്ടുണ്ട്? ഫുഡ് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തിന്നാൻ? വിശക്കുന്ന്. പായസം വെച്ച്. പായസം, പിന്നെ ചോറ് വെച്ച്. ചോറ്, പിന്നെ പിന്നെന്ത് വെച്ച്? അവിയൽ വെച്ച്, തോരൻ വെച്ച്, പരിപ്പ് വെച്ച്, പപ്പടം വെച്ച്, മീൻകറി വെച്ച്. ചെറിയ സദ്യ അല്ല കഴിച്ച്, വലിയ സദ്യയാണ്. കിച്ചടി വെച്ച്, പച്ചടി വെച്ച്. ഇത്രയും വെച്ചില്ലേ? ഇതാണ് നീ ചെറിയ സദ്യ ചെറിയ സദ്യ എന്ന് പറഞ്ഞോണ്ടിരുന്ന? ഇനി എന്ത് വേണം ഗൈസ്? ഇതിപ്പോ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇലയില്ലല്ലേ? ഇലയില്ല. അതുകൊണ്ട് ഗൈസ് ഇത് ചെറിയ സദ്യയാണ്. ഇലയില്ലാത്തതുകൊണ്ട് മാത്രം അല്ലേ? ഗൈസ് അങ്ങനെ നമ്മൾ സദ്യയൊക്കെ റെഡിയാക്കി. പക്ഷെ വാഴയില കിട്ടാത്തതുകൊണ്ട് ഫോയിൽ പേപ്പർ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. നമ്മളുടെ ഫോയിൽ പേപ്പർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫോയിൽ പേപ്പറിൽ കഴിക്കാനുള്ള ഐറ്റംസ് വരുന്നതായിരിക്കും. ഫോയിൽ പേപ്പർ സദ്യ. ഇത്തവണ നമ്മൾ ഒരുങ്ങുന്നു വിഷു ഫോയിൽ പേപ്പർ സദ്യ. വാഴയില സദ്യ അല്ല, വിഷു ഫോയിൽ പേപ്പർ സദ്യ. അത് തന്നെ. പിന്നെ അല്ലേ, വാഴയില പോകാൻ പറ ഗൈസ്. വാഴത്തൈ വാങ്ങിക്കാൻ പോകുന്നു. പിന്നെ അല്ല. അപ്പോൾ ഗൈസ് അങ്ങനെ സദ്യ റെഡി ആയിട്ടുണ്ട്. സദ്യ വന്നിട്ടുണ്ട്. പപ്പടം, ചിപ്സ്, പഴം, കിച്ചടി, പച്ചടി, പിന്നെ ബീട്രൂട്ട് തോരൻ, അവിയൽ, പിന്നെ തലക്കറി ഗൈസ്, എ ഫേവറേറ്റ്. ഇതാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പരസ്പരം മുഖം നോക്കി. ഇത് അമ്മുവിൻ്റെ ഐഡിയ ആണ് ഗൈസ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ഇങ്ങനെ ചോറ് വരുന്നു ഗൈസ്. ചോറ് വന്നിട്ടുണ്ട്. നൈസ്. കുഴപ്പമില്ല. അമ്മുവിൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്. അമ്മുവാണ് വിളമ്പുന്നത്. കഴിക്കാം. വാ, ഇരിക്കും. പരിപ്പൂട ഉണ്ടല്ലേ പറയും പോലെ. ശരിയാണ്, മെയിനായിട്ടും മറന്നുപോയി. അങ്ങനെ കാത്തിരുന്ന പരിപ്പ് ഇതാ വരികയായി. യെസ്, പരിപ്പ് വന്നു ഗൈസ്.
മതി 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 മതി. അപ്പോൾ ഗൈസ് അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. താങ്ക് യു അമ്മു. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഇനി ചിപ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചിപ്സുകൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചോളൂ. അതിന് ക്രെഡിറ്റ് തരൂല. നല്ല ചിപ്സായിരുന്നു. ഇത് ചോറും പരിപ്പും പിന്നെ ഇച്ചിരി പപ്പടവും കൂട്ടി ഒരു പിടി പിടിക്കാം. ഓക്കെ, ടെസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ് പേടിപ്പിക്കാതിരി. എല്ലാത്തിനും നമുക്ക് ഇച്ചിരി ഇച്ചിരി എടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതോടെ കഴിച്ചു നോക്കട്ടെ. ഓക്കെ, നമ്മുടെ മെയിൻ ഐറ്റം ഇതിനായിട്ടാണ് കഴിച്ച് ഞാൻ കാത്തിരുന്നത്. തലക്കറി. പെർഫെക്റ്റ്. തലക്കറി കൊള്ളാം, എല്ലാം കൊള്ളാം. ഇവര് കഴിച്ചിട്ട് കാണാം. കഴിച്ചപ്പോൾ സദ്യ കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പായസത്തിൻ്റെ വരവാണ്. അയ്യ, അങ്ങനെ പായസം വന്നു. ഇനി പായസം കുടിക്കാം. അങ്ങനെ ഗൈസ് വിഷു സദ്യ കഴിച്ചു. അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ് ടു ഷെഫ് മാസ്റ്റർ ഷെഫ്. എനിക്കല്ല, യൂട്യൂബ് എല്ലാം യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയ. മറ്റുള്ള വീഡിയോകളിലെല്ലാം വൈറലായ ഹൗ ടു ഡ്രൈവ് എ കാർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. എന്തായാലും പാസ്സായിട്ടുണ്ട്. എന്തായാലും അവള് ടെസ്റ്റിങ് പാസ്സായി. അവള് നോക്കി ഉണ്ടാക്കിയ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്തേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. കൈസ് നല്ലോണം അറിഞ്ഞിട്ടുണ്ട് ഞാൻ. നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ക്ഷീണം വരുന്നുണ്ട്. സദ്യ കഴിച്ച് മത്ത് കയറിയിട്ടുണ്ട്. പായസം ഞാൻ ഇമ്മിനെ കുടിച്ചോളൂ, പക്ഷെ എന്നിരുന്നാലും കൈസ് എനിക്ക് മത്ത് കയറിയിട്ടുണ്ട് നല്ലോണം. ഇനി നല്ലൊരു വിഷു ആയിരുന്നു. എൻ്റെ ലൈഫ് ടൈമിൽ ഫസ്റ്റ് വിഷു ആണ് കൈസ് ഇങ്ങനെ ആഘോഷിക്കുന്നത്. കാര്യം ഇങ്ങനെ ആ ഒരു മോർണിംഗിൽ നമ്മൾ എണീറ്റുടനെ ആ ഒരു ഇങ്ങനെ കണി കാണുന്നത്, അതുപോലെ ആ ഒരു തലേ ദിവസം ഒരുക്കുന്നത്, ഇതെല്ലാം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടിപൊളിയാണ് ഗൈസ്, നല്ല വൈബായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിഷു സദ്യ ഇതെല്ലാം ആദ്യമായിട്ടാണ്. കൊള്ളായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ വേറെ കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഗൈസ് ഇവിടെ ഒന്നും അടുത്തുള്ള തിയേറ്ററിലൊന്നും പടങ്ങളൊന്നും റിലീസ് ആയിട്ടില്ല. ഉള്ള തിയേറ്ററിലെല്ലാം കുറെ ദുരന്തർ ഇതുപോലത്തെ പടങ്ങൾ എടുത്തിട്ട് ഓടിച്ചോണ്ടിരിക്കണം. അവിടെ ആളൊന്നും കയറുന്നില്ല, എല്ലാരും കണ്ട് കഴിഞ്ഞ സിനിമ എന്നിട്ട് ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയ്ക്ക് ഇത്രയും ഷോ, പക്ഷെ ആൾക്കാർ 4, 3, 7 പേരാണ് കയറുന്നത്. എന്നാൽ അവർക്ക് ആ ഷോയുടെ എണ്ണം കുറച്ചിട്ട് ബാക്കി സിനിമകൾ അലോട്ട് ചെയ്തൂടെ. ഇവിടെ മിക്കുള്ള പിന്നെ ഏതൊക്കെയോ നല്ല ഇപ്പൊ ഈ ഇറങ്ങിയ കോമഡി പടങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ, ഭരതനാട്യം അങ്ങനെ ഏതൊക്കെയോ, മോഹിനിയാട്ടം, ഇതൊന്നും ഇവിടെ ഇല്ല, തിയേറ്ററിലേ ഇല്ല. ഒരു ദിവസം പോലും വന്നില്ല. എന്തിനാണെന്തോ അറിയാമോ, ഇവിടെ ഒന്ന് പെട്ട്. ഇനിയിപ്പോൾ വേറെ സ്ഥലം നോക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ദൂരോട്ടൊന്നും പോകാൻ വയ്യ, മൂവിക്കൊന്നും പോകാൻ വയ്യ. അതുകൊണ്ട് ഇനിയിപ്പം ഒരു നല്ലൊരു ഉറക്കം പാസ്സാക്കാന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷുവൊക്കെ കഴിയും നമ്മളെ എടുത്ത്. എന്നാലും എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.